നമസ്കാരം. ഗുരുവായൂർ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്സവങ്ങളുടെ ഒരു ഉത്സവമാണ് ഗുരുവായൂർ ഉത്സവം. ക്ഷേത്രങ്ങളിലൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവമുണ്ട്. ഉത്സവത്തിനൊക്കെ എല്ലാവർക്കും പ്രാധാന്യങ്ങളും അതാത് ദേശത്തിൻ്റെ പ്രാധാന്യങ്ങളും ഉത്സവത്തിനുണ്ട്. ഗുരുവായൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവങ്ങളുടെ ഉത്സവമായിട്ട് മാറും. ഞങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഗുരുവായൂർ വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു സംഭവമാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ. ഉത്സവം ഭാഗവതത്തിലൊക്കെ പറയുന്ന രാജസൂയം എന്നൊക്കെ പറയുന്ന മഹത്തായ ഒരു വലിയ കർമ്മത്തിനോട് ഉപമിക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഉത്സവത്തിൻ്റെ 8 ദിവസം മുമ്പേ കലശം ആരംഭിക്കും. കലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ഒരു വർഷക്കാലം നടന്ന അശുദ്ധികൾ, അറിഞ്ഞോ അറിയാതെ ഇരിക്കുന്ന അശുദ്ധികൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യുന്നതാണ് കലശം. ആ കലശം ആരംഭിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. ആദ്യത്തെ ദിവസം കലശം ആരംഭിക്കുന്നത് തന്നെ ആചാര്യഭരണത്തോടുകൂടിയാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ തന്ത്രി ആചാര്യനാണെങ്കിലും കലശത്തിനായിട്ട് പ്രത്യേകമായിട്ട് ആചാര്യനായിട്ട് വരിക്കും. അത് ഊരാളൻ കൂറയും പവിത്ര വസ്ത്രം, ദക്ഷിണ, ഇതെല്ലാം സ്വർണ്ണ പവിത്ര മോതിരമൊക്കെ കൊടുത്ത് ആചാര്യനായിട്ട് വരിക്കുകയാണ്. ആചാര്യനായിട്ട് വരിച്ചു കഴിഞ്ഞാൽ ആദ്യം മുളയിടും. മുളയിട്ട് കഴിഞ്ഞാൽ മുളയുടെ 16 മുളമ്പാലികയിലാണ് മുളയിടുന്നത്. ആ മുളയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുളയ്ക്ക് എന്നും പൂജയുണ്ട്. രാവിലെയും 3 പൂജ വരും മുളയ്ക്ക്. അതൊരു ഭാഗത്ത് നടക്കും. പിറ്റേ ദിവസം മുതൽ പ്രായശ്ചിത്തങ്ങൾ തുടങ്ങുകയാണ്. ആദ്യത്തെ ദിവസം ബിംബശുദ്ധി, ആദ്യം പ്രാസാദ ശുദ്ധി. പ്രാസാദം എന്ന് പറഞ്ഞാൽ ശ്രീകോവിൽ നിൽക്കുന്ന ആ ഗൃഹത്തിന്, ആ ശ്രീകോവിലിന് എന്തെങ്കിലും അശുദ്ധികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി, എന്നുവെച്ചാൽ അശുദ്ധികൾ ഇല്ലാതെയാക്കി മാറാല തട്ടി വൃത്തിയാക്കി അതിനെ ശുദ്ധീകരിക്കുന്നതാണ് പ്രാസാദം. പ്രാസാദം എന്ന് പറഞ്ഞാൽ സ്ഥലം, ആ സ്ഥലത്തിനെ ശുദ്ധീകരിക്കും. പ്രാസാദ ശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ബിംബശുദ്ധിയാണ്. ബിംബശുദ്ധി പറഞ്ഞാൽ ബിംബത്തിന് എന്തെങ്കിലും അറിയാതെ അറിഞ്ഞോ വരുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനാണ് ബിംബശുദ്ധി. അത് ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നിങ്ങനെയുള്ള 4 ക്രിയകൾ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പിറ്റേ പ്രായശ്ചിത്തങ്ങളാണ്. 5 പ്രായശ്ചിത്ത ഹോമങ്ങളാണ്. 5 ഹോമങ്ങൾ ഉണ്ടാക്കി 5 ഹോമത്തിൽ പ്രായശ്ചിത്തങ്ങൾ ചെയ്യും. ഈ പ്രായശ്ചിത്തങ്ങൾ തെറ്റ് അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള പ്രായശ്ചിത്തങ്ങളാണത്. അങ്ങനെയുള്ള ആ പ്രായശ്ചിത്തങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തെറ്റുകൾ പറഞ്ഞാൽ അനവധി തരം തെറ്റുകളുണ്ട് കേട്ടോ. ഒന്ന്, നമ്മളെ തലമുടി നിലത്ത് വീണാൽ അതൊരു തെറ്റാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തലമുടി വീഴാൻ പാടില്ല, നഖം വീഴാൻ പാടില്ല, ചോര വീഴാൻ പാടില്ല, തുപ്പാൻ പാടില്ല, വിയർപ്പ് വീഴാൻ പാടില്ല. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ബാധിക്കുന്നതാണ്. അതിനൊക്കെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രായശ്ചിത്തങ്ങളെ മനുഷ്യപരമായിട്ട് തെറ്റുകൾ പറ്റുന്നതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ അതല്ലാത്ത പ്രായശ്ചിത്തങ്ങളുണ്ട്. നായശാന്തി, ചോരശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. നായശാന്തി, ചോരശാന്തി എന്ന് പറഞ്ഞാൽ നായശാന്തി എന്നൊക്കെ പറഞ്ഞാൽ ജന്തുക്കൾ, 4 കാലുള്ള ജന്തുണ്ടാവും, 2 കാലുള്ള ജന്തുക്കളുണ്ടാവും. ഇവരൊക്കെ ക്ഷേത്രത്തിൽ ഓടി നടക്കുന്നുണ്ടാവും. പല്ലി, എറുമ്പ്, പൂച്ച, അങ്ങനെ നായ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ അകത്ത് കയറുന്നത് ദൈവ ചൈതന്യത്തിൻ്റെ ക്ഷീണം സംഭവിക്കും. അതിന് നായശാന്തി ഹോമം നടത്തി അതിന് പ്രായശ്ചിത്തം ചെയ്യും. ചോരശാന്തി, കള്ളന്മാരുടെ ഉപദ്രവം. കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയേണ്ടായിട്ടുണ്ട്, കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവും കായ്സൊന്നും കേൾക്കണ്ട. നമ്മളറിയാതെ ക്ഷേത്രത്തിലെ മണൽത്തരി കാലുമ്പിൽ തട്ടിപ്പോയാലും അത് ഒരു ചോരനെ പോലെയാണ്, കള്ളനെ പോലെയാണ്. ദേവൻ്റെ ഒരു സാധനവും നമുക്ക് എടുക്കാൻ അധികാരമില്ല. അപ്പം അങ്ങനെ എടുക്കുന്നതും തെറ്റാണ്. അപ്പോൾ നായശാന്തി, ചോരശാന്തി എന്നുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യും. ഇത് കഴിഞ്ഞാൽ അടുത്ത പ്രായശ്ചിത്തം ശാന്തി, അത്ഭുത ശാന്തി പറഞ്ഞിട്ട് 2 പ്രായശ്ചിത്തമുണ്ട്. ശാന്തി, അത്ഭുത ശാന്തി പറഞ്ഞു കഴിഞ്ഞാൽ, ശാന്തി പറഞ്ഞാൽ ഈ നമ്മളെ കുട്ടികളൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ അറിയാതെ അങ്ങനെ ചിരിക്കും, ഇടയ്ക്ക് കരയും. അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ സമ്പ്രദായം. ഈ ദേവൻ അത്രയും ചെറിയ കുട്ടിയാണെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ വരുന്നതൊക്കെ അത്ഭുതം ഉണ്ടാക്കുന്നതുമാണ്. ശാന്തി ഉണ്ടാക്കുന്ന അത്ഭുതങ്ങളുണ്ടാവും. ചിരിക്കുന്നതൊക്കെ അത്ഭുതങ്ങളാണ്. മറ്റേതൊക്കെ പേടിക്കുക, അങ്ങനെ ചിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തേങ്ങി കരയണ പോലെ തോന്നുന്നത്, അതൊക്കെ വേറെ ഒരു തരം ദോഷം. ഇങ്ങനെ ഉണ്ടാവുന്നതും ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് ശാന്തി, അത്ഭുത ശാന്തി, അങ്ങനെ 2 ഹോമങ്ങൾ നടത്തി അതിന് പ്രായശ്ചിത്തം ചെയ്യും. ഇത്രയും ക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ ദേവചൈതന്യത്തിന് കുറച്ച് ക്ഷീണം സംഭവിക്കുന്നതാണ് വിശ്വാസം. ഇത്രയും ക്രിയകൾ ചെയ്യുമ്പോൾ ആ ദേവചൈതന്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ക്ഷീണം വന്നിട്ടുണ്ടെങ്കിലോ എന്ന് സംശയമല്ല, അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്. ആ സാധ്യതയെ മാറ്റി നിർത്തിയിട്ട് തത്വകലശം എന്താണോ നമ്മളിൽ നിന്നും ഇല്ലാതെയായത് അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി 24 തത്വങ്ങളെ ആവാഹിച്ച് മണ്ഡപത്തിൽ വെച്ച് തത്വഹോമം നടത്തും. ആ തത്വഹോമം നടത്തി തത്വകലശം അഭിഷേകം ചെയ്യും. തത്വകലശം അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ ദേവചൈതന്യം നിലനിൽക്കുന്നു എന്ന് വിശ്വാസം.
അങ്ങനെ പോരല്ലോ, ഇന്നലെ ഉണ്ടായത് പോരാന്ന്, നാളെ വീണ്ടും ജനങ്ങൾ കൂടുതൽ വരും. ഈ വരുന്ന ജനങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാൻ പ്രാപ്തനാവണം ദേവൻ. ആ പ്രാപ്തനാവാൻ വേണ്ടിയിട്ടാണ് പിറ്റേ ദിവസം ഇവിടെ സഹസ്രകലശം നടത്തുന്നത്. സഹസ്രകലശങ്ങൾ നടത്തി കഴിഞ്ഞാൽ ദേവചൈതന്യം പതിവിൻ മടി മടങ്ങിൽ വലുതായി വർദ്ധിച്ചു, ദേവചൈതന്യം വർദ്ധിച്ചു. ആ വർദ്ധിച്ച ചൈതന്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഉത്സവം. അങ്ങനെ ഉത്സവത്തിലേക്ക് കിടക്കണം. സഹസ്രകലശം കഴിഞ്ഞോടുകൂടി പിന്നെ ഉത്സവത്തിലേക്ക് കിടക്കുകയാണ്. ഉത്സവം പല ക്ഷേത്രങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ പല ക്ഷേത്രങ്ങളിലും ആ ദേശാചാരങ്ങളുണ്ടാവാം. ഗുരുവായൂർ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ട ചടങ്ങോടുകൂടിയാണ്. ആനയോട്ടം പറഞ്ഞാൽ ആന ഒരു കാലത്ത് ആന ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് തൃക്കണാമതിലകത്തുനിന്ന് ആന ഓടി വന്നു എന്നും ആ ഓടി വന്ന ആനകൾ ക്ഷേത്രത്തിൽ നിന്നു എന്നൊക്കെ കഥകളും വിശ്വാസങ്ങളും. അതിനെ ഓർമ്മിക്കുമാറ് ഇന്നും ആന ഓടി വരുന്നു. ആന ഓടി വന്നിട്ട് ആനയോട്ടം കഴിയുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. വൈകുന്നേരം അതേപോലെ ഉത്സവത്തിൻ്റെ ആചാര്യവരണം, നമ്മൾ നേരത്തെ പറഞ്ഞ കലശത്തിൻ്റെ ആചാര്യവരണം കഴിഞ്ഞ് കലശം കഴിഞ്ഞതോടുകൂടി അവസാനിപ്പിച്ചു. കലശം കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റത്തിൻ്റെ അന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം നടത്തി അന്ന് വീണ്ടും മുളയിടുന്നു. ആ മുളയിട്ട് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. അന്ന് രാത്രി ഒരു 8 മണി 8:30 സമയത്ത് രാത്രി പൂയം നക്ഷത്രം ഉള്ള സമയത്താണ് കൊടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അത്താഴപ്പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലിയുണ്ട്. ആ ശ്രീഭൂതബലി കഴിഞ്ഞ് രാത്രി വിളക്ക് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം കഴിയും. രണ്ടാം വിളക്കിൻ്റെ അന്ന് കാലത്ത് ദിക്കുകൊടികൾ സ്ഥാപിക്കലാണ് പിന്നത്തെ ഒരു ചടങ്ങ്. രണ്ടാം ദിവസം ദിക്കുകൊടികൾ സ്ഥാപിക്കുന്നു. മാത്രമല്ല രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഉച്ചപൂജയ്ക്ക് മുൻപേയായി ഒരു ശ്രീഭൂതബലിയുണ്ട്. ആ ശ്രീഭൂതബലി സമയത്ത് അകത്ത് നാലമ്പലത്തിനകത്ത് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. അത് വളരെ ദർശന പ്രാധാന്യമുള്ളതാണ്. അതുപോലെ വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ കാഴ്ചശിവേലിയുണ്ട്. രാവിലെ 7 മണി മുതൽ 9 മണി വരെ കാഴ്ചശിവേലി, വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ കാഴ്ചശിവേലി. രാത്രി വടക്കേ നിറക്കിൽ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച് തായമ്പക 2 3 തായമ്പകളുണ്ടാവും. രാത്രി ഒരു 8:30 8:45 ആരംഭിച്ചാൽ ഒരു 1 മണി വരെ തായമ്പകളുണ്ടാവും. അപ്പോൾ തായമ്പക ആസ്വദിച്ചിരിക്കും. കണ്ണൻ ഭഗവാനോട് എഴുന്നള്ളിരിക്കുന്നു. ഭഗവാന്റെ മുമ്പിൽ തായമ്പക വാദ്യഘോഷത്തോടുകൂടി ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു. അതാണ് ഭക്തന്മാരുടെ വിശ്വാസം. ആ തായമ്പക കഴിഞ്ഞാൽ രാത്രി വീണ്ടും എഴുന്നള്ളിപ്പ്, ഒരു 2 മണിയോടുകൂടി എഴുന്നള്ളിപ്പ് കഴിയും. ഇങ്ങനെയാണ് 2-ാം വിളക്ക് മുതൽ 7-ാം വിളക്ക് കൂടിയുള്ള ദിവസങ്ങളിൽ ഈ ചടങ്ങുകൾക്കൊന്നും മാറ്റമില്ല. രാവിലത്തെ ശ്രീഭൂതബലി, വൈകുന്നേരത്തിലോ എല്ലാതുപോലെ തന്നെ. 8-ാം വിളക്കിൻ്റെ ഒന്ന് കുറച്ച് മാറ്റം വരികയും 8-ാം വിളക്കിൻ്റെ ഒന്ന് ഉത്സവബലിയാണ്. ഉത്സവബലി ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ പരിവാരങ്ങൾക്കൊക്കെ പൂജയോടുകൂടി ബലിയർപ്പിക്കുകയാണ്. മാത്രമല്ല പ്രകൃതിയിലുള്ള എല്ലാവർക്കും എല്ലാ ജൈവചൈതന്യത്തിനും ഈ ബലി കൊടുക്കണു എന്നുള്ളതാണ് പ്രത്യേകത. ഉത്സവ ബലിയാണ്. ആർക്കും ആ ദിവസം ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും അങ്ങനെയില്ല, ഒരു ജീവജാലത്തിനും പട്ടിണി ഉണ്ടാവരുത്. ഈ ഉത്സവം നടക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പമാണ്. അത് കാലത്തൊരു 9 മണി 9:30 മണിക്ക് ആരംഭിച്ച വൈകിട്ട് 4 മണി വരെ ആ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. ഉത്സവം കഴിഞ്ഞാൽ അന്നും കൂടി രാത്രി ഈ തായമ്പയൊക്കെ ഉണ്ട്. കഴിഞ്ഞാൽ 9-ാം ദിവസം പള്ളിവേട്ടയാണ്. പള്ളിവേട്ട ദിവസം ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങലായി. കൊല്ലത്തിൽ 2 ദിവസമേ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഒന്ന് പള്ളിവേട്ട ദിവസം, ഒന്ന് ആറാട്ട് ദിവസം. പള്ളിവേട്ട ദിവസം വൈകിട്ട് ഒരു 4:30 മണിക്ക് ശ്രീഭൂതബലിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയാൽ നഗരപ്രദക്ഷിണമാണ്. ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി കുളപ്രദക്ഷിണം നടത്തി അകത്ത് വന്ന് ഒരു രാത്രി ഒരു 6-6:30 എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ 9:30 വരെ എഴുന്നള്ളിപ്പുണ്ടാവും. 9:30 വന്നു കഴിഞ്ഞാൽ പള്ളിവേട്ട പറഞ്ഞ ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഒരു വേട്ടയാടണു എന്നൊക്കെ ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ ആ വേട്ടയാടാൻ വേണ്ടി ഭഗവാൻ പോകുന്നു, വേട്ടയാടുന്നു. അന്ന് രാത്രി മണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം ആറാട്ടിൻ്റെ അന്ന് കാലത്ത് നേരം വഴുകി നീക്കണമെന്നാണ്. കാരണം കാലത്ത് പറയേണ്ടത് 3 മണിക്ക് നിർമ്മാല്യമില്ല. 5 മണി 6 മണിയോടുകൂടി പശുവിൻ്റെ കരച്ചിൽ കേട്ട് ഭഗവാൻ എണീറ്റു എന്നാണ് സങ്കല്പം. ആ മണ്ഡപത്തിൽ എണീറ്റ് അവിടെ തന്നെ പാകച്ചാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയോടുകൂടി ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ അമ്പലത്തിലേക്ക്. അതിനുശേഷം ഒരു 11 മണിയോടുകൂടി പന്തീരടി പൂജ കഴിഞ്ഞ് ക്ഷേത്രം നടക്കും. പിന്നെ വൈകിട്ടൊരു 4 മണിക്ക് വീണ്ടും തുറന്ന് ആറാട്ടിനുള്ള പുറപ്പാടാണ്. ആറാട്ടിനുള്ള പുറപ്പാട് പറഞ്ഞാൽ സ്വതയുള്ള വിഗ്രഹമല്ല, ശിവേലിക്ക് എടുക്കുന്ന വിഗ്രഹമല്ല, പഞ്ചലോക വിഗ്രഹം എടുത്ത് അതിലേക്ക് കുറേ താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് പുറത്ത് കൊണ്ടുപോയി ദീപാരാധനയ്ക്ക് ശേഷം ഇതുപോലെ നഗരപ്രദർശനം നാട് മുഴുവൻ കണ്ട് ആറാട്ടുകടവിലെത്തി. ആറാട്ടുകടവ് പറഞ്ഞാൽ കുറച്ച് ദൂരത്ത് നിന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് എഴുന്നള്ളിച്ച് പോകുന്ന ആറാട്ടുകടവിലേക്കാണ്. അങ്ങനെ ആറാട്ടുകടവിൽ പോയി ആറാട്ട് കഴിഞ്ഞ് അവിടെ തന്നെ പൂജയും കഴിച്ച് തിരിച്ച് വന്ന് ഈ നേരത്തെ പറയാൻ വിട്ടുപോയത് പള്ളിവേട്ടയ്ക്കും ഒരു 9 പ്രദക്ഷിണം ഓട്ടപ്രദർശനമുണ്ട്. ആറാട്ടിന് 11 പ്രദക്ഷിണം ഓട്ടപ്രദർശനമുണ്ട്.
11 പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം കൊടിയിൽ നിന്നുള്ള ചൈതന്യത്തെ ഈ തടമ്പിലേക്ക് തന്നെ ഉദ്ദേശിച്ച് കൊടിയിറക്കുന്നു. ഇങ്ങനെയാണ് ഉത്സവ ചടങ്ങുകൾ വരിക. ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങ്. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചു ഒരു രാജസൂയത്തിൻ്റെ സമ്പ്രദായം. രാജസൂയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഭാഗവതത്തിൽ അനവധി ദിക്കിൽ അന്നദാനം നടത്തുന്നുണ്ട്, ബ്രാഹ്മണർക്ക് ഇത് കൊടുക്കുന്നുണ്ട്, ദാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഈ അനവധി കാര്യങ്ങൾ ചെയ്തു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇവിടെ അതുപോലെയാണ്. എന്തൊക്കെയാ വെച്ചാൽ ഒരു ഭാഗത്ത് ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് വന്ന് വൈകുന്നേരം വരെ ഭക്ഷണം കിട്ടും, ഉച്ചയ്ക്കും രാത്രിയൊക്കെ കിട്ടുന്നു. ഒരു ഭാഗത്ത് കലാപരിപാടികൾ മാത്രമാണ്, ഒരു ഭാഗത്ത് വാദ്യഘോഷങ്ങൾ മാത്രമാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ വരുന്ന ഒരു ഭക്തന് ഏതാണോ ഇഷ്ടം വെച്ചാൽ ആ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാം. ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയെന്ന്, അത് എപ്പോഴും ഭക്ഷണം കഴിക്കാം. ഇനി വാദ്യഘോഷങ്ങളാണ് ഇഷ്ടമെച്ചാൽ ആ വാദ്യത്തിൻ്റെ മുമ്പിൽ നിന്നിരിക്കാം. രാവിലെ 7 മണി മുതൽ പിറ്റേ ദിവസം കാലത്ത് വരെ വാദ്യഘോഷങ്ങൾ കേൾക്കാം. അല്ല കലാപരിപാടികളാണ് കണ്ടെച്ചാൽ ആ കലാപരിപാടികൾ കണ്ടിരിക്കാം. ഇനി അല്ല ക്ഷേത്ര ചടങ്ങുകൾ മാത്രം കണ്ടാൽ മതിയോ, അവിടെ വന്നിരിക്കാം, അത് കാണാം. പോരാ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഭഗവാന് വേണ്ടിയിട്ട് എന്നും കൂത്ത് നടക്കും. കൂത്തമ്പലത്തിൽ അത് ക്ഷേത്ര കലകളിൽ പെട്ടതാണ്. 1. 2, വൈകുന്നേരം അമ്പലത്തിൻ്റെ തിരുമുറ്റത്തൊക്കെ പാഠകം പറയുന്ന സമ്പ്രദായമുണ്ട്. ആ പാഠകം കേൾക്കാം. അങ്ങനെയല്ല ഈ 10 ദിവസവും ഇവിടെ വരുന്നവർക്ക് ഒരു വൈകുണ്ഠത്തിലെത്തിയിരിക്കുന്ന പ്രതീതി, ഇല്ലെങ്കിൽ എല്ലാം സുഭിക്ഷമായിട്ട് ഏത് ഭാഗം കൊണ്ട് നോക്കിയാലും ദുഃഖമില്ലാതെ ദുഃഖത്തിൽ നിന്നൊക്കെ വിട്ട് ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ് ഗുരുവായൂർ ഉത്സവം. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വിപുലമായിട്ട് ഒരുപക്ഷെ ഇത്രയും ഗംഭീരമായിട്ട് നടക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഒരുപക്ഷെ ഗുരുവായൂർ മാത്രമായിരിക്കാം. ഇത് ഭക്തജനങ്ങൾ കോടിക്കണക്കിന് ഉള്ള ഭക്തജനങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അനുഭവിച്ചാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഈ രാജകീയമായ എഴുന്നള്ളിപ്പ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. അവിടെ പറവച്ച് ഭഗവാനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഓരോ ഭാഗം നോക്കിയാലും വാദ്യമായാലും നൃത്തമായാലും എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു ഉത്സവങ്ങളുടെ ഉത്സവമാണ് ഗുരുവായൂർ ഉത്സവം. ഈ ഉത്സവം കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിനാണ് കൊടികയറുന്നത്. ആ കൊടികയറുന്ന ദിവസം മുതൽ 10 ദിവസം ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ വാരിക്കോരി അനുഗ്രഹം വർഷിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇതെല്ലാവരിലും എത്തിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.